കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു യാത്രയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് നാളെ കാസർഗോഡ് കുമ്പളയിലാണ് തുടക്കം കുറിക്കുന്നത്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വൈകിട്ട് 4 മണിക്ക് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യും. നാളെ ആരംഭിച്ച് മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുന്ന രീതിയിലാണ് ഏതാണ്ട് 30 ദിവസത്തോളം നീളുന്ന യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തെ രക്ഷിക്കാൻ UDF എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDFന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന ഈ യാത്ര 140 മണ്ഡലങ്ങളിലും കടന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്, മാർച്ച് 6-ന് സമാപിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ LDFന്റെ പിണറായി വിജയൻ സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തുറന്ന യുദ്ധമാകും ഈ യാത്ര എന്നതിൽ യാതൊരു സംശയവുമില്ല. മാർച്ച് 6-ന് തിരുവനന്തപുരത്ത് ഈ യാത്ര സമാപിക്കുമ്പോൾ ഏതാണ്ട് 9.5 വർഷം നീളുന്ന പിണറായി വിജയൻ സർക്കാരിനെ വലിച്ച് താഴെയിടാൻ പറ്റുന്ന തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ കഴിയും ഈ യാത്രയ്ക്ക് എന്നാണ് കോൺഗ്രസും UDFും കരുതുന്നത്. ആ തരത്തിലാണ് ഈ യാത്ര സജ്ജീകരിച്ചിട്ടുള്ളത്. 140 മണ്ഡലങ്ങളും കടന്നുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോവുക. ഈ യാത്രയിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ ജാഥ പോലത്തെ ഒരു യാത്രയായിരിക്കില്ല ഇത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ ഒരു പുതുയുഗ പിറവി സൃഷ്ടിക്കുന്ന പുതുയുഗ യാത്രയായിട്ട് ഈ യാത്ര മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരാളം ജാഥകൾക്ക്, യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കേരളം. എന്നാൽ അതിലൊക്കെ തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടികളെ, എതിർ രാഷ്ട്രീയത്തെയൊക്കെ തന്നെ ആക്ഷേപിക്കുക, വിമർശിക്കുക എന്നതിലുപരി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, തങ്ങൾ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്ന് കേരളീയ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ഒരു പാർട്ടികളും സന്നദ്ധമായിട്ടില്ല, ഒരു മുന്നണിയും തയ്യാറായിട്ടില്ല. ഇപ്പോൾ LDFന്റേതായിട്ട് 3 ജാഥകൾ ആരംഭിച്ചിട്ടുണ്ട്. വടക്കൻ മേഖലാ ജാഥ, മധ്യമേഖലാ ജാഥ, തെക്കൻ മേഖലാ ജാഥ എന്നിങ്ങനെ 3 ജാഥകളാണ് CPM അല്ലെങ്കിൽ LDF നടത്തുന്ന. വടക്കൻ മേഖലാ ജാഥ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനാണ് നയിക്കുന്നത്. മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണി MP ആണ് നയിക്കുന്നത്. തെക്കൻ മേഖലാ ജാഥ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നയിക്കുന്നുണ്ട്. നമ്മൾ ഈ MP ഗോവിന്ദന്റെ ജാഥയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇതിനോടകം ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കാണുന്നുണ്ട്. MP ഗോവിന്ദന്റെ പ്രസംഗ സമയത്ത് പോലും ആ വേദിയിൽ സദസ്സിൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ശൂന്യമായ, വളരെ ശുഷ്കമായ സദസ്സിനെ നോക്കിയാണ്, വെറും കസേരകളെ നോക്കിയാണ് MP ഗോവിന്ദൻ പ്രസംഗിച്ച് കടന്നു പോകുന്നത്. ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ഗതികേടാണ് നമ്മൾ കാണുന്നത്. അതായത് അത്തരത്തിൽ ജനങ്ങൾ പൂർണ്ണമായും തിരസ്കരിച്ച ഒരു ജാഥയാണ് MP ഗോവിന്ദൻ നയിക്കുന്നത് എന്ന് നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ജനപങ്കാളിത്തമില്ലാത്ത, ജനങ്ങൾ ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞ ജാഥകളായിട്ട് CPMന്റെ 3 മേഖലാ ജാഥകളും മാറി എന്നുള്ളത് ഏറെ നിർണായകമാണ്. അവിടെയാണ് വി.ഡി. സതീശൻ പുതുയുഗ കേരളത്തിനായിട്ട് പുതു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു യാത്രയ്ക്ക് നാളെ കാസർഗോഡ് കുമ്പളയിൽ തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ CPMന്റെ LDFന്റെ നാറിയ ഭരണത്തിനെതിരായിട്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം UDF കോൺഗ്രസ് ശക്തമായിട്ടുള്ള ശബ്ദമുയർത്തിയിട്ടുണ്ട്. ജനവിരുദ്ധമായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ UDF കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. അത്തരത്തിൽ എതിർക്കുമ്പോൾ തന്നെ അതിനൊക്കെ തങ്ങൾക്കുള്ള ബദൽ എന്താണ് എന്ന് കേരളീയ പൊതുസമൂഹത്തോട് തുറന്നു പറയാനാണ് ഈ യാത്ര എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തെ രക്ഷിക്കാൻ UDFനെ കഴിയൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് UDF കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത്? എന്താണ് UDFന്റെ ഒരു ബദൽ, ഒരു കേരള ബദൽ UDFനുള്ളത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് അക്കമിട്ട് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന ഒരു ജാഥയാണ് വി.ഡി. സതീശൻ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര യാത്രയ്ക്കാണ് വി.ഡി. സതീശൻ തയ്യാറെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തള്ളിക്കളയാൻ കഴിയുകയില്ല. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായിട്ട് വി.ഡി. സതീശൻ സംവദിക്കും, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകൾ, ഈ പിണറായി വിജയൻ സർക്കാർ തകർത്തെറിഞ്ഞ സമസ്ത മേഖലകളിലും ആ മേഖലകളെയൊക്കെ തന്നെ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അവയൊക്കെ തന്നെ നവീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു രൂപരേഖ ഇതിനോടകം തന്നെ UDF തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ആരോഗ്യ വിഭാഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിനുള്ള പരിഹാരം കാണാനുമായിട്ടൊരു ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. വ്യവസായ മേഖലയിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിൽ സമാനമായ രീതിയിൽ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിട്ടൊരു കമ്മിറ്റി നിയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ രൂപരേഖ, അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രൂപരേഖ അത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് UDF ഈ യാത്രയിൽ
മുന്നോട്ട് പോകുന്നത്, ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവരോട് തുറന്നു പറയുന്ന ഒരു ജാഥയായിരിക്കും ഇത്. 140 മണ്ഡലങ്ങളും കടന്ന് തിരുവനന്തപുരത്ത് മാർച്ച് 6-ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ ഈ യാത്ര സമാപിക്കുമ്പോൾ അത് UDFന്റെ ഭരണത്തിലേക്കുള്ള ഒരു കാഹളം മുഴക്കൽ കൂടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 10 വർഷത്തോളം നീളുന്ന ജനദ്രോഹമായ, ജനവിരുദ്ധമായ പിണറായി സർക്കാരിനെ ജനങ്ങൾ വലിച്ച് താഴെയിടാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ ആ ജനവികാരം ആളിക്കത്തിക്കുന്ന ഒരു യാത്രയായിട്ട് ഈ UDFന്റെ പുതുയുഗയാത്ര മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് UDFന് സംസ്ഥാന വ്യാപകമായിട്ടുണ്ടായത്. അപ്പോൾ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ഈ LDF സർക്കാരിനെ എങ്ങനെയും പുറത്തു കളയാൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. തങ്ങൾക്കൊരു അവസരം വന്നാൽ ആ അവസരം തങ്ങൾ വിനിയോഗിക്കുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ പൊതുസമൂഹം തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. 100 സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്ക് എത്തുക എന്നതാണ് UDF നേതൃത്വം, UDFന്റെ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഒക്കെ തന്നെ കണക്ക് കൂട്ടുന്നത്. അതിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇതിനോടകം പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പ്ലാറ്റ്ഫോമുകൾ UDF, കോൺഗ്രസ് ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ പറയാൻ, അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനായിട്ട് നിരവധി സംവിധാനങ്ങൾ UDF ഒരുക്കിയിട്ടുണ്ട്. കടക്കുപുറത്ത് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെ ഇതിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാം. ഒരു മൊബൈൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ആ മൊബൈൽ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കാം. കൂടാതെ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും ജനങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ, ആവലാതികൾ അറിയിക്കാം. അതിനുള്ള പരിഹാരങ്ങൾ ഒക്കെ തന്നെ തയ്യാറാക്കി ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ശേഷം അത് അടിസ്ഥാനപ്പെടുത്തി ഒരു കുറ്റപത്രം സർക്കാരിനെതിരെ തയ്യാറാക്കും. മാത്രവുമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അത് ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഒരു റിപ്പോർട്ട് UDF തയ്യാറാക്കുക. എന്തായാലും കടക്കുപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് UDF ഇതിനോടകം ആരംഭിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വലിയ ഹിറ്റായി മാറിയിട്ടുണ്ട്. പണ്ട് പിണറായി വിജയൻ മാധ്യമങ്ങളോട് ആക്രോശിച്ച ഒരു ഡയലോഗാണ് ഈ കടക്കുപുറത്ത് എന്ന് പറയുന്നത്. അതേ ഡയലോഗ് തന്നെ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്, കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഭരണവിരുദ്ധ പ്രചരണത്തിന്റെ ടാഗ് ലൈനായിട്ട് കടക്കുപുറത്ത് എന്നത് ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ജനങ്ങൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. വെബ്സൈറ്റ് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വെബ്സൈറ്റ് സന്ദർശിക്കുകയും തങ്ങളുടെ പ്രശ്നങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. ആ വെബ്സൈറ്റിൽ തന്നെ പ്രതീകാത്മകമായിട്ട് മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ, കസേരയിൽ നിന്നും വലിച്ച് പുറത്താക്കാനുള്ള ഒരു ഓപ്ഷനും ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ പുറത്താക്കാനുള്ള ഒരു അവസരവും ആ വെബ്സൈറ്റിൽ കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ തരംഗം, ജനവികാരത്തെ എല്ലാ രീതിയിലും ആളിക്കത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അങ്ങനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ വലിച്ച് താഴെയിട്ട് ഒരു UDF സർക്കാർ അധികാരത്തിൽ കയറുക, ജനങ്ങളുടെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ സഫലീകരിക്കുന്ന ഒരു സർക്കാർ, അത് UDFന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സർക്കാരിനെ അധികാരത്തിലെത്തുക എന്നത് കേരളീയ ജനതയുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത ജനങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിനിയോഗിക്കും, അല്ലെങ്കിൽ അവരത് ആ ബാധ്യത അവർ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഒരു സൂചനയാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്തായാലും നാളെ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കം കുറിക്കുകയാണ്. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പുതുയുഗ യാത്രയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതുയുഗ പിറവിയായിട്ട് ആ യാത്ര മാറും. മാർച്ച് 6-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിച്ചു കഴിയുമ്പോൾ UDFന് അധികാരത്തിലേക്ക് കയറാനുള്ള ഊർജം ആ യാത്രയിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.